ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോവുകയാണ്, ഞാനും മിന്നുകുട്ടിയും കൂടെ. അപ്പോൾ യാത്രയിലെ വിശേഷങ്ങൾ ബാക്കി മിന്നുകുട്ടി കാണിച്ചു തരുന്നതായിരിക്കും. ഒരു പഴയ ഓർമ്മകൾ നൊസ്റ്റാൾജിയ അല്ലേ, രസമാണ്. ഇതൊരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ല മലകളാലും കാലാവസ്ഥയിൽ തന്നെ വ്യത്യാസമുണ്ട്. കുറേ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറേ മരങ്ങൾ മുറിച്ച് വഴിയെല്ലാം ബ്ലോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും വേണ്ട, വണ്ടി ഇവിടെ എങ്ങാനും പാർക്ക് ചെയ്തിട്ട് നമുക്ക് മെല്ലെ നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കാം. ഇതാണ് മുമ്പോട്ടുള്ള വഴിയാണ്, അതിൽ ഏരിയ കയറി പോകുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. മിന്നുകുട്ടി മെല്ലെ മെല്ലെ കയറി വരുവാണേ. മിന്നുകുട്ടി ഇങ്ങനെ കയറി പോകുന്നു മേലോട്ട്. ഇതാണോ, ഷാൾ സഞ്ചാരമൊന്നുമില്ലാത്ത വഴികളായതുകൊണ്ട് ലേശം കടക്ക് പിടിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് കയറി നോക്കാം ഞങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. വഴിയുടെ മറ്റൊരു ആകർഷണമാണ് ഈ തോട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ മഴക്കാലത്ത് ഒരു ഉരുള് പൊട്ടിയിട്ട് ഈ തോടിൻ്റെ നമുക്കൊരു പാലം ഉണ്ടായിരുന്നു. പാലത്തിൻ്റെ കല്ലൊക്കെ ഇതേ കിടക്കുന്നു. ഇതൊക്കെ ഇടിഞ്ഞു പോയതാണ്. പക്ഷെ അതിന് മുമ്പൊക്കെ നല്ല രസമായിരുന്നു. ഇവിടെ മേലെ നിന്ന് വെള്ളം ഒഴുകി വന്ന് ഇവിടെ കുറേ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ താഴത്തെ ഉള്ള ആൾക്കാരൊക്കെ വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ ഇങ്ങനെ ഉണ്ട്. പണ്ട് ഈ ഉരുള് പൊട്ടുന്നതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെറുപ്പത്തിൽ കാലത്ത് മുതലേ മണ്ടയ്ക്ക് ഇവിടെ താമസിച്ച് വരുന്ന ഈ മുകളിലൊരു ടാങ്ക് കെട്ടിയിരുന്നു. ആ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് ഇങ്ങോട്ട് ചാടുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. നല്ല രസമാണ് ഇങ്ങനെ വെള്ളം കെട്ടിയിട്ട്. നല്ല തണുത്ത വെള്ളം, നല്ല വെള്ളം കേട്ടോ, ശുദ്ധമായ വെള്ളമാണ്. ഇവിടുന്ന് ഒഴുക്കുണ്ട്, എന്നാലും നല്ല രീതിയിൽ ഇതിലിങ്ങനെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ഉരുൾപൊട്ടലൊക്കെ വന്നതുകൊണ്ട് ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയെന്ന് മാത്രം. എന്നാലും ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്, കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ പറമ്പിലേക്ക് വീണ്ടും കടക്കുകയാണ്. കടക്കുണ്ട് കേട്ടോ. അവിടുത്തെ ഇങ്ങനെ കയറി വന്ന് റോഡ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന വണ്ടി പോകുന്ന റോഡ്. ഇപ്പം വണ്ടികളൊന്നും വരാനില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി പോയാൽ മതി. എന്താ നേരെ കയറി പോയാൽ മതി. കുറച്ച് നേരോട്ട് വീട് കാണിച്ചു തരാം. കാണുന്ന ചെറിയ സ്റ്റെപ്പേ റോഡിലുണ്ട് കേട്ടോ. വണ്ടി മുറ്റത്തെത്തുന്ന റോഡുണ്ട്. ഇപ്പോൾ കാടായതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇതിലേ കയറി പോവാം, സ്റ്റെപ്പ് കയറി നമുക്ക് പോവാം. എന്തൊക്കെയോ ജീവികൾ അതിലേക്ക് ചാടി ഓടുന്നുണ്ട്. കുരങ്ങാണോ എന്നറിയത്തില്ല. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങിലൊന്നും ഒറ്റ തേങ്ങ പോലും കാണാനില്ല. കുരങ്ങുകളുടെ ശല്യം അത് ജനങ്ങളെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. കയറ്റം കയറുന്നതുകൊണ്ടാണ് ഒരു കിതപ്പ് അനുഭവപ്പെടുന്നത്. വീട്ടിലേക്ക് എത്താനായി. അടുത്ത വീടിൻ്റെ സ്റ്റെപ്പുകൾ കയറുവാണ്. കണ്ടോ, കുരങ്ങാണോ പാമ്പാണോ ചേനാണോ അറിയത്തില്ല. എന്താണേലും ഇങ്ങനെ ഓടുന്നുണ്ട്. അതിൽ എന്തോ ചെറിയ ജീവികളാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ജന്മഗൃഹം. കണ്ടോ, ആ പഴയ വീട്, പഴയ ഓർമ്മകൾ. പണ്ട് ഒത്തിരി പശുക്കളുണ്ടായിരുന്ന ഒരിത്. ഇതെല്ലാം ഇതിനകത്ത് മനോഹരമായിട്ട് കാണാം. ശേഷം നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട്. മാങ്ങ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാവ് നിറച്ചും പൂവുണ്ട് ഈ മാവിൻ്റെ മുമ്പത്ത്. കണ്ടോ, നിറച്ചും മാങ്ങയാണ്. ഇതൊരു പ്രത്യേക സൈസ് മാങ്ങയാണ്, വെറൈറ്റി മാങ്ങയാണ്. അതുപോലെ മരച്ചെടികളും പിന്നെ ഉണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്കിങ്ങനെ ഇരിക്കാനും ആസ്വദിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വളരെ മനോഹരമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഒന്ന് കയറി ഒന്ന് ശ്വാസം വിട്ട് കഴിഞ്ഞിട്ട് പറയാം. മിന്നുകുട്ടിക്ക് കൂടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയും പേരമരങ്ങളും ഹില്ലുകളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. പണ്ട് അവിടെ ഒത്തിരി കയറി ഇറങ്ങി ചാടി കളിച്ചിട്ടുള്ള പേരയാണ്. അതിനോട് ചേർന്ന് മൽബറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പറമ്പൊക്കെ മേലോട്ട് കവുങ്ങൊക്കെ നിപ്പുണ്ട്. പക്ഷെ തെങ്ങേലൊന്നും തേങ്ങയില്ല കേട്ടോ. ഫുള്ളും കൃഷി പോയതാണ്. കവുങ്ങ് പോലുള്ള മറ്റ് കൃഷികളെല്ലാം ഉണ്ട്. പക്ഷെ കശുമാവ് കുറേയൊക്കെ ഒടിഞ്ഞു പറഞ്ഞു പോയെങ്കിലും കവുങ്ങുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടില്ല. പുതിയ കവുങ്ങുകൾ വെച്ചിട്ടുണ്ട്, അതൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുള്ളാത്തച്ചക്ക എന്ന് പറയും ഈ സാധനം. ഉണ്ടോ, ഇത് ക്യാൻസറിനൊക്കെ വളരെ ഫലപ്രദമായൊരു സംഭവമാണ് മുള്ളാത്തച്ചക്ക. ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വന്ന് പറിച്ചു പോകുന്നുണ്ട്. കഴിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ കിടപ്പുണ്ട്, ചക്ക കിടപ്പുണ്ട്. ഉണ്ടോ,
മേലെ കിടപ്പുണ്ട്, ചക്ക കിടപ്പുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ വെച്ചാൽ ചെറിയൊരു കമർപ്പുണ്ടെങ്കിലും ഇത് ഈ ഒരു രോഗത്തിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ എല്ലാവരും തിന്നാൻ ഇഷ്ടമുണ്ട്. ഇതാണ് മനോഹരമായ പറമ്പ്. പിന്നെ നമുക്ക് അവിടെ ഒരു കാട്ടുമാവുണ്ട്. കാട്ടുമാവ് പോയി വിശപ്പാനയും മറ്റു കാര്യങ്ങളേ ഉള്ളൂ. തേങ്ങ നിപ്പുണ്ട്, കുറച്ച് തേങ്ങയേ ഉള്ളൂ. എന്നാലും എല്ലാ തെങ്ങിലും 4-5 തേങ്ങ വെച്ചുണ്ട്. കുടംപുളിയാണ് കേട്ടോ, നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കുടംപുളി. അത്യാവശ്യം പൂത്തിട്ടുണ്ട്. ഈ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ആവുമായിരിക്കും. കാര്യം എനിക്ക് ഏറെ സന്തോഷം തോന്നിയത് ഞങ്ങളുടെ മാവാണ്. അത് നിറച്ചും പൂത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മാങ്ങ ഒരു വെറൈറ്റി മാങ്ങയാണ്. എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് വഴിയേ കാണാം.